നമസ്കാരം മോളെ. മറ്റേ കവറോടെ വെച്ചു. മുന്നോട്ട് പഠിപ്പിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നുണ്ട്. അച്ഛനില്ലാത്ത ഉണ്ട് ബന്ധപ്പെടി. അമ്മയ്ക്ക് എന്താണ് ജോലി? ആ ഒരു വരുമാനത്തിലാണ് ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്നത്തെ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ 11-ാം വാർഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശിവദാസൻ ചേട്ടൻ്റെ കൊച്ചുമക്കൾ അതിൽ ഗോപിക +2 ഉന്നത വിജയം വാങ്ങി. അപ്പം തീരെ നിർധനരായ കുടുംബങ്ങൾക്ക് സന്തോഷ് ജി സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും സന്തോഷ് ജിയെ ഇവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സന്തോഷ് ജി അവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് സന്തോഷ് ജി. അല്ല, എല്ലാവരും കാണുമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ കഴിയുന്നതും അല്ലേ, അല്ല നേരിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ നല്ലതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒന്ന് കഴിയുന്ന പഠിക്കുന്ന കുട്ടികൾ അല്ല ഞാൻ നോക്കുന്നത്, അതല്ലെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകൾക്ക്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടിൻകുട്ടി, തയ്യൽ മെഷീൻ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. ഞാൻ എൻ്റെ സ്വന്തം വണ്ടി വിട്ടതിന് ശേഷം ഓട്ടോറിക്ഷ കൊടുത്തു. ഇപ്പോൾ അവസാനത്തെ ഓട്ടോറിക്ഷ കൊടുക്കുന്നതും ഞാൻ KSRTC പോകുന്നതിലോ ട്രെയിനിൽ പോകുന്നതിലോ ഒരു പ്രയാസമില്ല. പക്ഷെ കണ്ട് നിൽക്കുന്ന ആളുകൾ പറയും ആ ഓട്ടോ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ വണ്ടിക്ക് വാങ്ങിച്ചൂടെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും ഞാനൊന്ന് ബുദ്ധിമുട്ടിയാലും അവർക്കൊരു അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ അല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എത്രയല്ല പഠിക്കുന്നത്? 10. പേരെന്താ? നല്ല ഡാൻസ് കാരിയൊക്കെ. തൽക്കാലം നമ്മൾ റെഡ്മിയുടെ ഇതാണ്. എലൈറ്റ് മൊബൈൽസിന് നന്ദു ചേട്ടനും സന്തോഷ് സാറിനും ഒത്തിരി നന്ദി. ഓക്കെ, എനിക്കും പഠിക്ക് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഡിഫോമിന് ചേർന്നതിന് ശേഷം ബുക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ചേർന്നതിന് ശേഷം പറയും. അപ്പം എല്ലാവിധ ആശംസയും. അപ്പോൾ യോഗയിലൊക്കെ അതാണല്ലേ നല്ല ഞങ്ങളുടെ ഇവിടെ ഒരു അംഗനവാടി പ്രവേശനം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഇതായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന കാണുന്നില്ല. വേണ്ടി നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഉപകാരം ചെയ്ത് ഇങ്ങനൊരു സഹായമൊക്കെ ചെയ്ത് ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പേരിൽ എൻ്റെ മോളുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. എനിക്കറിയാൻ പോയി. എന്താണ് ഈ വാർഡിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആളുകൾ തീരദേശ മേഖല അടുത്ത് കിടക്കുന്നുണ്ട്. ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ വീട് മോശപ്പെട്ട അവസ്ഥയിലുള്ളവരുണ്ട്. അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ധാരാളം അസുഖബാധിതരുണ്ട്. നമ്മുടെ ഏരിയ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ക്യാൻസർ രോഗത്തിന് ഒത്തിരി ആളുകൾ പിടിപെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എന്തെങ്കിലും വളരെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഉണ്ടാവാറുണ്ട്.